നമസ്കാരം. വേണു പരമേശ്വറാണ്. അരളിപ്പൂവ് ആളെ കൊല്ലുമോ? നമ്മളെ മരണത്തിലേക്ക് നയിക്കാൻ പറ്റുന്നത്ര വിഷാംശമുള്ള ചെടിയാണോ അരളി എന്നുള്ളതാണ് ഈ അടുത്ത് നാം ഏറ്റവും ഭയത്തോടെയും ഭീതിയോടെയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. എന്താണ് അരളിച്ചെടിയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഈ വാർത്തകളിലെ വാസ്തവം? ന മൂലം ന ഔഷധി എന്ന ആയുർവേദവുമായി ബന്ധപ്പെട്ട ആപ്തവാക്യം നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രകൃതിയിൽ എന്തെങ്കിലും ഔഷധ ഗുണമില്ലാത്ത ഒരു സസ്യവുമില്ല. എല്ലാ ചെടികൾക്കും ഏതെങ്കിലും വിധത്തിലുള്ള ഔഷധ ഗുണം ഉണ്ടാകുമെന്നത് നേര് തന്നെയാണ്. എന്നാൽ ചില സസ്യങ്ങളെ വിഷാംശമുള്ള പോയിസണസ് പ്ലാന്റ്സ് ആയി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് അരളിച്ചെടി എന്ന ഒലിയാണ്ടർ വിഭാഗത്തിൽ വരുന്ന ഈ ചെടി. ഏത് കാലത്തും എന്ന് മാത്രമല്ല, നല്ല വേനലുള്ളപ്പോൾ പോലും കുല കുത്തി ധാരാളമായി പൂത്തുലഞ്ഞു നിൽക്കുമെന്നതുകൊണ്ട് അരളി മിക്കയിടങ്ങളിലും ഗാർഡൻ പ്ലാന്റായും അലങ്കാര ചെടിയായും നട്ടു വളർത്താറുമുണ്ട്. വീട്ടുമുറ്റങ്ങളിൽ നിന്ന് വീടിന്റെ അകത്തളങ്ങളിലേക്ക് ചെടികൾ ചേക്കേറിയപ്പോൾ ഇതുപോലെ വലുതും ചെറുതുമായ മനോഹരമായ ചെടിച്ചട്ടികളിൽ അരളിയും പല വീടുകളിലും ഇന്റീരിയർ ചെയ്ത ഓഫീസുകളിലും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഏത് കാലാവസ്ഥയിലും പൂവിടും എന്നതിനാലും മനോഹരമായ നിറമായതിനാലും ചെടിക്കച്ചവടക്കാർക്കും അരളി ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഹരിപ്പാട് പള്ളിപ്പാട് നീണ്ടൂർ സ്വദേശിയായ സുരേന്ദ്രന്റെ മകൾ 24 വയസ്സുള്ള സൂര്യ സുരേന്ദ്രന്റെ ദാരുണമായ മരണമാണ് മലയാളികൾക്കിടയിൽ അരളിച്ചെടി വീണ്ടും ഭീതി വിതയ്ക്കാൻ ഇടയാക്കിയത്. ഒട്ടുമിക്ക വീടുകളിലും ക്ഷേത്രങ്ങളിലും പള്ളിമേടകളിലും റോഡ് വക്കിലുമെല്ലാം ധാരാളമായി നട്ടു വളർത്തിയിരുന്ന ഈ ചെടിയെ ഈ മരണവാർത്ത വന്നതോടെ വീടുകളിൽ നിന്നും കൂട്ടത്തോടെ ഒഴിവാക്കുകയാണ്. നമ്മുടെ റോഡുകളിൽ മാത്രമല്ല, വിദേശ നാടുകളിലും ദുബായ്, കുവൈറ്റ് തുടങ്ങിയ ഗൾഫ് മേഖലകളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും അരളിച്ചെടിയുടെ വിവിധ വെറൈറ്റികൾ ധാരാളമായി നട്ടുപിടിപ്പിച്ച് പരിപാലിച്ചു വരുന്നുണ്ട്. എന്നാൽ പഠിക്കാൻ ഏറെ മിടുക്കിയും നഴ്സിംഗ് ബിരുദധാരിയുമായ സൂര്യ സുരേന്ദ്രന്റെ മരണവും മരണത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് സൂര്യ UK പോകാനുള്ള തയ്യാറെടുപ്പിന് മുന്നോടിയായി ബന്ധുക്കളോട് ഫോണിൽ സംസാരിച്ച് യാത്ര പറയുന്നതിനിടെ വീട്ടുമുറ്റത്ത് നിന്ന അരളിച്ചെടിയുടെ ഒരു ഇല അറിയാതെ കടിച്ചുവെന്നതാണ് മരണക്കിടക്കയിൽ വെച്ച് സൂര്യ ഡോക്ടർമാരോട് പറഞ്ഞത്. ഈ പൂവാണ് മോളെടുത്ത് കഴിച്ചത്. അന്നേരം കുഞ്ഞ് ഫോണും എടുത്തോണ്ട് ഇവിടോട്ട് വന്ന് ഇങ്ങനെ നിന്ന് സംസാരിച്ച കൂട്ടത്തിൽ ഇതിലൊന്ന് പിച്ചി വായിലിട്ടത്. ഇതാണ് ആ മോള് ഡോക്ടറെ അടുത്തും പറഞ്ഞേക്കുന്നത്. പിന്നെ ഇടയ്ക്ക് അവള് പറയുകയും ചെയ്തു, അമ്മയെ ഞാൻ എന്തൊരു അബദ്ധമാണ് കാണിച്ചതെന്ന്. പക്ഷെ ആ വിഷാംശം ഉള്ളിൽ ചെന്ന് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കും എന്നുള്ളത് ആര് പറഞ്ഞതല്ല. പണ്ടൊക്കെ മോനെ ഇത് പായസത്തിനകത്ത് കിടന്നാലും നമ്മൾ കഴിച്ചിട്ടുണ്ട്. വളരെയേറെ സന്തോഷത്തോടു കൂടി പോയ കുട്ടിയാണ്. വഴി മധ്യേ ചെന്നപ്പോഴേ ഛർദിലുണ്ടായെങ്കിലും അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ കയറി കഴിഞ്ഞു, അകത്ത് കയറി കഴിഞ്ഞപ്പോൾ വീണ്ടും ഛർദിച്ചു. അങ്ങനെ നനിയത്തിക്കുട്ടിയെ പഠിപ്പിക്കണമെങ്കിൽ തന്നെ ഈ കുഞ്ഞ് പോയി ജോലി ചെയ്ത് പഠിപ്പിക്കാവുന്ന വരെ ഏറ്റിട്ടാണ് പോകുന്നത്. അങ്ങനെ കുടുംബത്തിൻ്റെ ഏറെ വരുമാന മാർഗമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളും കൂടി അങ്ങനെ പോറ്റിയൊരു പോളായിരുന്നു. ഹൃദയാഘാതമാണ് മരണ കാരണമെങ്കിലും മറ്റ് അസുഖങ്ങൾ ഒന്നുമില്ലാതിരുന്ന സൂര്യയുടെ മരണത്തിന് അരളിച്ചെടിയിൽ അടങ്ങിയിരിക്കുന്ന ഒലിയാൻഡ്രിജിൻ എന്നീ വിഷാംശങ്ങൾ കാരണമാക്കിയിട്ടുണ്ട് എന്നാണ് പ്രാഥമിക നിഗമനം. അരളിച്ചെടിയുടെ ഇലയിലും അതിന്റെ തണ്ടിലുമുള്ള കറയിലാണ് ഹൃദയാഘാതത്തിന്റെ പ്രവർത്തനത്തെ നേരിട്ട് ബാധിക്കുന്ന കാർഡിയാക് പോയിസൺ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് എന്നാണ് ശാസ്ത്രീയമായ കണ്ടെത്തൽ. എന്നാൽ ഇതിന്റെ പൂവിൽ താരതമ്യേന വിഷാംശം കുറവാണ് താനും. നമ്മളിൽ പലരും പലപ്പോഴും ഇതിന്റെ പൂവ് ഇറുത്തു നോക്കുകയോ മണപ്പിക്കുകയോ ചിലപ്പോഴെങ്കിലും ചവച്ചു നോക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിന്റെ വിഷാംശം ഒരുപക്ഷെ നമ്മളെ ബാധിച്ചിട്ടുണ്ടാകില്ല. കാരണം എത്ര അളവിൽ നമ്മൾ ഇത് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഓരോ വ്യക്തിയെ സംബന്ധിച്ചും മരണകാരണമാകാറുള്ളത്. അരളിച്ചെടിയിൽ മാരകമായ വിഷാംശമുണ്ടെന്ന് ശാസ്ത്രലോകം വ്യക്തമാക്കിയിട്ടുള്ളതാണെങ്കിലും സാധാരണഗതിയിൽ മറ്റ് വിഷച്ചെടികളെ പോലെ ആരും ഇതിന്റെ ഭാഗങ്ങൾ കഴിക്കാറില്ല എന്നതുകൊണ്ടാണ് പൊതുസ്ഥലങ്ങളിലും വീടുകളിലും ഒന്നും നാം ഇതിന് ഇതുവരെയും വിലക്ക് ഏർപ്പെടുത്താത്തത്. അരളിച്ചെടിയുടെ വിഷാംശം സംബന്ധിച്ച് ശ്രീഗോകുലം മെഡിക്കൽ സെന്റർ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം സതീശൻ, അപ്പോസൈനേസിയെ എന്ന കുടുംബത്തിൽപ്പെട്ട നീറിയം ഒലിയാണ്ടർ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന അരളിച്ചെടി ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും എല്ലാ കാലാവസ്ഥയിലും വളരുവാൻ കഴിവുള്ള ചെടിയാണ്. ചുവപ്പ്, മഞ്ഞ, വെളുപ്പ് നിറത്തിലാണ് ഈ ചെടിയുടെ പൂക്കൾ സാധാരണയായി കണ്ടുവരാറ്. ഈ ചെടിയുടെ എല്ലാ ഭാഗങ്ങളും വിഷമയമാണ്. പ്രത്യേകിച്ച് ഇലകൾ,
തണ്ടുകൾ, വേരുകൾ. ഇതിൽ അടങ്ങിയിരിക്കുന്ന കാർഡിയാക് ഗ്ലൈക്കോസൈഡ് എന്ന രാസവസ്തു ശരീരത്തിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ഹൃദയത്തിൽ നീർക്കെട്ടുണ്ടാക്കുകയും ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുകയും ചെയ്യും. ഛർദിൽ, ഓർക്കാനം, പൾസ് കുറയുക, BP കുറയുക, ക്ഷീണം, തലചുറ്റൽ, ജന്നി, അതുപോലെ തന്നെ സ്ഥലകാല ബോധമില്ലായ്മ, അവസാനം രോഗി അബോധാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നു. ഈ ചെടിയുടെ ഏതെങ്കിലും ഭാഗം നമ്മുടെ ശരീരത്തിനുള്ളിൽ അറിയാതെയോ അറിഞ്ഞോ കടന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുകയും വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ കുട്ടികൾ കളിക്കുന്നിടത്തും വീടുകൾക്കുള്ളിലും വളർത്തു മൃഗങ്ങൾ കഴിക്കുന്നിടത്തുമൊക്കെ ഈ ചെടിയെ ഒഴിവാക്കി ജാഗ്രത പാലിക്കുന്നത് അവിചാരിതമായി ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കും. ഈ ചെടി അപകടകാരിയാണെന്നറിഞ്ഞ് കൂട്ടത്തോടെ വെട്ടി നശിപ്പിച്ച് തീയിട്ടാൽ പോലും അതിലെ വിഷാംശം ശ്വാസ തടസ്സത്തിന് ഇടയാക്കുമെന്നും പറയുന്നു. സൂര്യയുടെ മരണകാരണങ്ങളിലൊന്ന് അരളിച്ചെടിയുടെ ഇല കഴിച്ചതാകാമെന്ന് ഹരിപ്പാട് ഇൻസ്പെക്ടർ അഭിലാഷ് പറയുന്നു. അപ്പോൾ അത് എത്രമാത്രം ക്വാണ്ടിറ്റി കഴിച്ചെന്നുള്ളത് കുട്ടിക്ക് തന്നെ അതിനെക്കുറിച്ചൊരു വ്യക്തതയില്ല. കുട്ടി ചോദിക്കുമ്പോൾ പറഞ്ഞു 1-2 കഴിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു പ്രാഥമിക അന്വേഷണം നമുക്ക് ഈ കാര്യങ്ങളാണ് വ്യക്തമായിരിക്കുന്നത്. സൂര്യയുടെ പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം നൽകിയ മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഷെരീജ ജയപ്രകാശ്. ഹൃദയത്തിന് പ്രവർത്തനം സ്തംഭിപ്പിക്കും. ഇത് കഴിച്ചാൽ ഒരു 1 മണിക്കൂറിനുള്ളിൽ തന്നെ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യും. ഈ സിംറ്റംസ് സാധാരണഗതിയിൽ ഛർദിൽ, തലവേദന, തലകറക്കം, വയറിളക്കം അങ്ങനത്തെ സിംറ്റംസ് ആയിട്ട് തുടങ്ങാം. ക്രമേണ ഇത് 2-3 മണിക്കൂറിനുള്ളിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ഹൃദയം നിൽക്കുകയാണ് ചെയ്യുന്നത്. 15-20 ഇലകൾ കഴിക്കുകയോ അത്രയും തന്നെ 15 ഗ്രാം പൂക്കൾ കഴിക്കുകയോ ചെയ്താൽ മരണം സംഭവിക്കാം. കാർഡിയാക് പോയിസണായ അരളിച്ചെടിയുടെ വിഷാംശമേറ്റാൽ വായ്ക്കുള്ളിൽ പുകച്ചിൽ, ഛർദി, വയറിളക്കം, വയറുവേദന, ക്ഷീണം, തളർച്ച, തലകറക്കം എന്നിങ്ങനെ വിവിധ രോഗലക്ഷണങ്ങൾക്കിടയാക്കുമെന്ന് ഡോക്ടർമാർ പറയുന്നു. ഹൃദയമിടിപ്പ് കുറഞ്ഞ് 72-ൽ നിന്ന് 30-നും താഴെ എത്തുകയും വിഷാംശത്തിന്റെ അളവനുസരിച്ച് ഹൃദയം നിലച്ചു പോകുമെന്നും ഡോക്ടർമാർ വ്യക്തമാക്കുന്നു. നമ്മുടെ നാട്ടിൽ ആഘോഷങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വിവാഹം തുടങ്ങിയ ചടങ്ങുകൾക്കും ക്ഷേത്രങ്ങളിൽ പൂജാപുഷ്പമായും ഉപയോഗിച്ചു വരുന്ന അരളിപ്പൂവ് പലപ്പോഴും പ്രസാദത്തിനൊപ്പവും പൊങ്കാല നിവേദ്യങ്ങളിലും ഉൾപ്പെടുത്താറുണ്ടെന്നത് നേരാണ്. സൂര്യയുടെ മരണകാരണം വിഷാംശം ഉള്ളിൽ ചെന്നതാണെന്ന പ്രാഥമിക നിഗമനമാണെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് പുറമെ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം പുറത്തു വന്നാൽ മാത്രമാണ് ശാസ്ത്രീയമായ വസ്തുത വ്യക്തമാകൂ എന്നിരിക്കലും ശാസ്ത്രലോകം വിഷാംശമുള്ള സസ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അരളിച്ചെടിയുടെ ഉപയോഗത്തിൽ നാം ഓരോരുത്തരും അതീവ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. നന്ദിയോടെ.